നമുക്ക് മഞ്ഞ കളറിലുള്ള ഒരു ഫാബ്രിക് കണ്ടീഷണർ മേക്ക് ചെയ്താലോ? നമ്മുടെ കംഫർട്ടില്ലേ അവനാണ് കേട്ടോ ഈ ഇരിക്കുന്ന മാംഗോ ജ്യൂസ് പോലെ നല്ല അടിപൊളി കളറിലും അടിപൊളി സ്മെല്ലിലുമാണ് നമ്മൾ ഇന്ന് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഹോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കംഫർട്ട് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ 10 ലിറ്ററിന്റെ ആണ് ഇന്ന് ചെയ്താൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ 5ന്റെ 3ന്റെ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എത്ര ചെയ്താലും എല്ലാവർക്കും ഡൗട്ട് കംഫർട്ടിലാണ് കൂടുതൽ വരുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞു തരാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് 10 ലിറ്റർ മേക്ക് ചെയ്യാനായിട്ട് 10 ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രം വേണം. നമ്മൾ ഇതിന് വട്ടയാന്നാണ് കേട്ടോ പറയാ. അപ്പൊ ഇത്ര പോകുന്ന ഞാൻ സ്റ്റീലിന്റെ വട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളവിടെ ഇതിന് എന്താ പേര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മൾ ഇതിനെ വട്ടയാന്നാണ് പറയാ. വട്ടയ, തൃശ്ശൂരൊക്കെ വട്ടയാന്ന് കേട്ടോ പറയാ. അപ്പൊ നമുക്ക് 10 ലിറ്റർ വെള്ളം ഇതില് ഒഴിച്ച് നല്ല രീതിയിൽ വെട്ടി തിളപ്പിച്ചിരിക്കണം. നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ കയ്യിൽ നിന്ന് കിറ്റുകൾ മേടിക്കുന്നവരാണെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ തന്നെ കാണണം കേട്ടോ. വേറെ വീഡിയോ കണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. നമ്മുടെ വീഡിയോ നോക്കി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ 10 ലിറ്റർ വെള്ളം നിറയ്ക്കാം. അപ്പൊ ഇതേ നമ്മള് 10 ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങള് വെള്ളം കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. ഇതിൽ നല്ല കട്ടി ഉണ്ടാവും നമ്മുടെ കംഫർട്ടിന്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ 10 ലിറ്റർ വെള്ളം ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ അടുപ്പിലോ ഗ്യാസിലോ ഇൻഡക്ഷൻ കുക്കറിലോ വെച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നമുക്ക് തിളപ്പിച്ചാലോ? അപ്പൊ നമ്മുടെ വെള്ളം ഇതുപോലെ വെട്ടി തിളപ്പിക്കണം കേട്ടോ. അതേ കണ്ടില്ലേ തിളക്കണേ? ഇതുപോലെ നമ്മൾ വെട്ടി തിളപ്പിക്കണം. അപ്പൊ അതേ വെള്ളം നല്ല തിളച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ അടുപ്പിൽ നിന്ന് പുറത്ത് കൊടുന്ന് വെച്ചു. ഇനി നമുക്ക് ഇതില് ഈ വൈറ്റ് കളറിലുള്ള ഈ ഒരു സാധനം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഐറ്റം നമുക്ക് ഇട്ട് ഇറക്കി കൊടുക്കാം കേട്ടോ. തിളച്ച അപ്പം തന്നെ നമ്മളിത് ചെയ്യണം കേട്ടോ. മാറ്റി വെക്കരുത്, അപ്പം തന്നെ ചെയ്യണേ. നല്ല തിളച്ച വെള്ളമായാൽ മാത്രമാണ് കേട്ടോ നമ്മുടെ ലിക്വിഡ് കറക്റ്റ് ആ കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ തരി പോലെയൊക്കെ കെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ വെട്ടി തിളച്ച വെള്ളത്തിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയ തരി പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അലിയിപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം മാറ്റി വെക്കാനായിട്ട്. ഞാൻ ചെയ്യുന്ന അതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ചിലര് കട്ടി കൂടി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നിങ്ങളത് ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണമായിരിക്കും അങ്ങനെ വരുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ മേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇതൊരു കഞ്ഞിവെള്ളം പോലെയാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി. അധികം കട്ടിയോ ഒന്നുമില്ല. കണ്ടില്ലേ? എനിക്ക് നമ്മുടെ കഞ്ഞിവെള്ളം പോലെയാണ് കേട്ടോ. അപ്പൊ ദേ കണ്ടില്ലേ? നല്ല രീതിയിൽ ഇത് തിളച്ചിട്ടാണ് ഇരിക്കണേ. ഇനി ഇത് നല്ല പോലെ ചൂടാറണം. ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇതിൽ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നല്ല രീതിയിൽ തണുത്തതിന് ശേഷം ബാക്കിയുള്ള ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേ നമ്മുടെ ലിക്വിഡ് നല്ല രീതിയിൽ തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ അതേ കണ്ടില്ലേ ലിക്വിഡിന് നല്ല കട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ പരിവൊക്കെ മാറിയിട്ട് നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. ലിക്വിഡിന് നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ഹാൻഡ് ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ലിക്വിഡ്. നമുക്ക് കിറ്റിൽ ഒരു ക്രീം കളർ ലിക്വിഡ് ഉണ്ടാവും കേട്ടോ. അത് നമുക്ക് ശകലം വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് മെയിൻ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ ശകലം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിലുള്ള മൊത്തം ആ ക്രീം ലിക്വിഡും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല സ്മെല്ലുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതേ നമ്മുടെ മെയിൻ മിക്സിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ തുണികൾക്കൊക്കെ നല്ല രീതിയിൽ സ്മെല്ല് നിൽക്കാനായിട്ടാണ് ഈ ഒരു ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പെർഫ്യൂമാണ്. റിയൽ കംഫർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമാണ് കേട്ടോ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ നമുക്ക് പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്കിത് തണുക്കേണ്ട ആ സമയം മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വെറും മിക്സിങ് മാത്രമേ വരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ.
ഇനി നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. യെല്ലോ കളറാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പൗഡർ ടൈപ്പ് ആയിരിക്കും. പൗഡർ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ കളർ ഇതിൽ മിക്സ് ആവാനായിട്ട് കുറച്ച് താമസമായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഹാൻഡ് ബീറ്റർ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കംഫർട്ട് സൂപ്പർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മാംഗോ ജ്യൂസ് പോലെയാണ് നമ്മുടെ ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. നോക്കിയേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കളർ മിക്സ് ആവാനായിട്ട് നമുക്ക് കുറച്ച് പ്രയാസമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രയാസം തോന്നുകയാണെങ്കിൽ ഇതുപോലൊരു ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ കളർ നല്ലോണം സെറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ഐറ്റം നിങ്ങളുടെ കയ്യിൽ വേണ്ടത് നല്ലതാണ് കേട്ടോ. അപ്പൊ നമുക്കിതേ ഇനി ബോട്ടിൽസിലേക്ക് മാറ്റാം. അത്രയും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് കട്ടിയുണ്ട്, സ്മെല്ലും ഉണ്ട്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിൽസിലേക്ക് മാറ്റാം. ഞാനിവിടെ 1 ലിറ്ററിൻ്റെ ബോട്ടിലേക്കാണ് കേട്ടോ നിറയ്ക്കുന്നത്. നമുക്ക് 10 ബോട്ടിലാണ് 1 ലിറ്ററിൻ്റെ ബോട്ടിലേക്ക് നിറയ്ക്കുമ്പോൾ കിട്ടുക. 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇന്ന് നമുക്ക് ഈ യെല്ലോ കളറിൽ ഫുള്ളായിട്ട് നമ്മൾ 1 ലിറ്ററിലേക്കാണ് നിറയ്ക്കുന്നത്. നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനി ഇത്രയും തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 10 ലിറ്റർ എടുത്തത് 10.5 ലിറ്റർ വെള്ളം എടുത്താൽ മതിയാവും കേട്ടോ. ഇത്ര തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിയിട്ട് ചെയ്തോണം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, നല്ല ഭംഗിയാണ്, നല്ല സ്മെല്ലാണ്. നമ്മുടെ തുണികൾക്കൊക്കെ നല്ല രീതിയിൽ സ്മെല്ല് നിൽക്കുന്ന ഒരു അടിപൊളി കംഫേർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഇതിന് നമുക്ക് പിങ്ക് കളർ വരുന്നുണ്ട്, ബ്ലൂ കളർ വരുന്നുണ്ട്, അതുപോലെ തന്നെ യെല്ലോ കളറും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് കളറാണ് വേണ്ടത് വെച്ചെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയേ. അപ്പോൾ നമുക്ക് 3 ലിറ്ററിൻ്റെ കിറ്റ് തൊട്ടിട്ട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഇനിയിപ്പോൾ നമ്മൾ തുണി മുക്കുമ്പോൾ അതിൽ ഈ കളറ് പിടിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചെടുത്തിട്ട് വെള്ള തുണിയാണ് കേട്ടോ ഇതിൽ മുക്കി കാണിക്കുന്നത്. ഇത് കണ്ടില്ലേ, യാതൊരു തരത്തിലും കളറ് ഈ തുണിയിൽ പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കിറ്റിൻ്റെ റേറ്റ് ഇതിൽ പറയുന്നില്ല. നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ വാട്സപ്പിൽ വന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൽ പറയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽസിന് എപ്പോഴും ഒരേ റേറ്റ് ആയിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ ഇത് ഇന്നോ നാളെ ആയിരിക്കില്ല, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഈ റേറ്റ് ആയിരിക്കില്ല മെറ്റീരിയൽസിന് വരിക. മെറ്റീരിയൽസിന് നമുക്ക് റേറ്റ് കൂടാനും കുറയാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിതിൽ റേറ്റ് പറയുന്നില്ല. റേറ്റ് അറിയണമെന്നുള്ളവരാണെങ്കിൽ വേഗം തന്നെ വാട്സപ്പിൽ വന്ന് മെസ്സേജ് ചെയ്താൽ മതി കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നല്ല നല്ല പുതിയ വീഡിയോസായിട്ട് ഇനിയും കാണാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കളറിൽ കംഫേർട്ടിൻ്റെ കിറ്റുകൾ വേണം നമുക്ക് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ആ കളറിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ആ ഓൾ എന്ന ഓപ്ഷനൂടെ ഒന്ന് അണേബിൾ ചെയ്ത് വെച്ചോണേ. എന്നാലാണ് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.